നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുന്നുവോ അത് ചെയ്യാനാണ് കർത്താവ് നിന്നെയും എന്നെയും തിരഞ്ഞെടുത്തത്. സാധാരണ കാര്യങ്ങൾ ചെയ്യാൻ ഈ ഭൂമിയിൽ ഒത്തിരി പേരുണ്ട്. എന്നാൽ ഒരിക്കലും നടക്കില്ലെന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ അത് ചെയ്യാൻ തന്നെയാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. അതായത് അസാധ്യതകൾ എന്നുള്ളത് അതാണ് നമുക്ക് സാധ്യമാകുന്നത്. അത് നമ്മുടെ മിടുക്കല്ല. ഫിലിപ്പി ലേഖനം 4:13 പോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയാകുന്നു. കത്തോലിക്ക ബൈബിളിൽ ഇങ്ങനെയാണ്, എന്നെ ശക്തനാക്കുന്ന യേശു കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ സകലതും ചെയ്തു കളയും, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. എൻ്റെ യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയും. അസാധ്യതകൾ എന്നുള്ളത് സാധാരണ മനുഷ്യർക്കുള്ളതാണ്. സാധ്യതകൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. അത് ചെങ്കടലിൻ്റെ മുമ്പിൽ സാധ്യതയാണ്, യോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോൾ സാധ്യതയാണ്, യെരിഹോ കോട്ട അടച്ച് ഉറപ്പാക്കി ആർക്കും അതിനകത്തോട്ട് കയറാൻ കഴിയാതെ അസാധ്യമാക്കുമ്പോഴും നമുക്ക് പ്രതീക്ഷ കൂടുകയാണ്. വേദപുസ്തകം വായിക്കുമ്പോൾ മുഴുവൻ അസാധ്യതകളിലാണ് കർത്താവ് പ്രവർത്തിച്ചത്. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. കൊടുത്തതാരാണ്? അവർ തന്നെയാണ്. യേശു 5 അപ്പം വർദ്ധിപ്പിച്ചു, ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. ഇവരാണ് കൊടുത്തത്, യേശു അല്ല കൊടുത്തത്. യേശു ഇവർക്ക് അസാധ്യത സാധ്യമാക്കി കൊടുത്തു. എന്നിട്ട് ഈ വന്ന വലിയ പുരുഷാരത്തെ തിന്ന് തൃപ്തരാക്കിയത് ഈ പത്രോസും ഈ അവിശ്വാസം പറഞ്ഞ കൂട്ടം തന്നെയാണ്. നമ്മെ കൊണ്ട് തന്നെ അസാധ്യതയുടെ നടുവിൽ ദൈവം വൽക്കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. നമ്മെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് ദൈവം തൻ്റെ മഹത്വം എടുക്കും. എല്ലാം ഉള്ളവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിച്ചാൽ ദൈവത്തിന് വലിയ മഹത്വമില്ല. ഒന്നുമില്ലാത്ത, ഭോഷന്മാരായ, കഴിവില്ലാത്ത, പ്രാപ്തിയില്ലാത്ത, അസാധ്യതകൾ എന്ന് പറയുന്ന കാര്യത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യിക്കുമ്പോഴാണ് ദൈവത്തിന് കൂടുതൽ മഹത്വം. അബ്രഹാമിനൊരു കുഞ്ഞ് ജനിച്ചാൽ അത് അസാധ്യതയിലാണ്, അവിടെയാണ് ദൈവത്തിന് മഹത്വം. ഹന്നയ്ക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ദൈവത്തിന് മഹത്വമാണ്. പെനീനയ്ക്ക് എത്ര പിള്ളേർ ജനിച്ചാലും അത് നാച്ചുറലാണ്. ഹന്നയ്ക്കൊരു കുഞ്ഞ് ജനിച്ചാൽ അതിൻ്റെ പേര് സൂപ്പർ നാച്ചുറൽ എന്നാണ്. വിശ്വസിക്കുക, അസാധ്യതകളുടെ നടുവിലാണ് ദൈവത്തിന് കൂടുതൽ മഹത്വം വെളിപ്പെടാൻ അവസരങ്ങളുള്ളത്. അതുകൊണ്ട് നമ്മുടെ അസാധ്യതകളെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യും. ഇതെല്ലാം നന്മയായി കൂടി വ്യാപരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. തിന്മയായതെല്ലാം നന്മയാക്കി മാറ്റിയല്ലോ, എൻ ജീവനിൽ അതിശയം ചെയ്തവനേ, ഹല്ലേലൂയ പാടും ഞാൻ, ഹല്ലേലൂയ പാടും ഞാൻ, ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ, യേശുവിനെ. തിന്മയായതെല്ലാം നന്മയാക്കി മാറ്റിയല്ലോ, എൻ ജീവനിൽ അതിശയം ചെയ്തവനേ, ചെയ്തവനേ,
യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നത് എന്നൊരു വിഷയം യേശു പറയുകയാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. യേശു കൂടെയുള്ളതല്ലേ ഏറ്റവും കൂടുതൽ പ്രയോജനം? യേശു പറയുന്ന അല്ല, ഞാൻ പോകുന്നത്. എങ്ങനെ പോകുന്നത്? ഞാൻ പോകുന്ന ഒരു വഴിയുണ്ട്. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ? എനിക്കൊരു പാനപാത്രം കുടിക്കാനുണ്ട്, എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. യേശു പറയുന്ന വാക്കുകൾ അങ്ങനെയാണ്. എനിക്കൊരു സ്നാനം. ആരും പോകാത്ത വഴിയിലൂടെ, ആർക്കും പോകാൻ കഴിയാത്ത വഴിയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകണം. അതിലൂടെ ഞാൻ പ്രാപിച്ചെടുക്കുന്നത് ഈ ഭൂമിയിൽ ആരും സ്വന്തമാക്കാത്ത ചില വിടുതലുകളാണ്. മനുഷ്യനായി വന്ന ആർക്കും നേടിയെടുക്കാൻ കഴിയാത്ത ജയങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് നടന്ന് അത് സ്വന്തമാക്കും. ദൈവം ഇടയ്ക്ക് നമ്മെ ഒറ്റയ്ക്ക് വിടുന്നത് അത് നമുക്കും പ്രയോജനമാണ്, മറ്റുള്ളവർക്കും പ്രയോജനമാണ്. യേശു അത് പഠിപ്പിക്കുകയാണ്. ഞാൻ പോകുന്ന വഴി ഇടുക്കമുള്ളതാണ്, ചുരുക്കമുള്ളതാണ്, കഷ്ടതയുള്ളതാണ്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. ഞാൻ പോകുന്ന വഴി വളരെ ഞെരുക്കമാണ്. ഞാൻ ക്രൂശ് ചുമക്കേണ്ടി വരും, ഞാൻ അടികൊള്ളേണ്ടി വരും. എന്നാൽ ഈ വഴിയിലൂടെ എനിക്ക് വലിയ ജയങ്ങൾ കൊണ്ടുവരാനുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, ഏദൻ പറുദീസയുടെ വാതിൽ കാക്കുവാൻ തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി ദൈവം ദൂതന്മാരെ, കെരൂബുകളെ കാവലാക്കിയെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ആരംഭങ്ങളിൽ വായിക്കുന്നു. 3-ാം അധ്യായത്തിലായിരിക്കാം. അപ്പോൾ ആ വാള്, അതിനെക്കുറിച്ച് പിന്നീടൊന്നും പറയുന്നില്ല. ഈ സക്കറിയ പ്രവചനത്തിൽ വായിക്കുന്നു, 10-ാം അധ്യായത്തിൽ, വാളെ ഉണരുക, ഇടയനെ വെട്ടുക. ഇടയനെ വെട്ടും, ആടുകൾ ചിതറുമെന്ന് യേശു ഇടയ്ക്ക് പറയുമായിരുന്നു. അതായത് ഈ വാള് ഇടയന്റെ മേൽ വീഴുന്നു. അതോടുകൂടി പിന്നീട് ആ വാള് ഏദൻ പറുദീസയുടെ കവാടത്തിൽ ഇല്ല. ആ വാള് മാനവജാതിയുടെ മുഴുവനും പാപത്തിന്റെ പരിഹാരാർത്ഥം യേശുവിൻ്റെ മേൽ ആ ന്യായവിധിയുടെ വാള് വീണതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാം. ആദാമിനെ ഹവ്വയും പുറത്താക്കിയത് ഇവർ ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്ന് എന്നേക്കും ജീവിക്കും, പാപികളായി തന്നെ ജീവിക്കും. അതില്ലാതിരിക്കേണ്ടതിന് ആണ് ഇവരെ പുറത്താക്കിയിട്ട് ഈ വാള് ഉള്ള ദൂതന്മാരെ കാവലാക്കിയത്. തിരിയുന്ന വാളാണ്. വാള് തിരിഞ്ഞുകൊണ്ടിരിക്കും, ഏത് വഴിക്ക് വന്നാലും വെട്ടും. വാള് നോക്കിക്കൊണ്ടിരിക്കും, വാളിങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. തിരിയുന്ന വാള്. ആർക്കും അതിൽ കയറിയ ഫലം തിന്നാൻ കഴിയില്ല. നിത്യജീവൻ എന്നുള്ളത് ഈ തോട്ടത്തിനകത്താണ്. എന്നാൽ ഇത് ആരെങ്കിലും അതിനു വേണ്ടി ഒരു മരണം ഏറ്റെടുക്കണം. ഈ വാള് അതിൽ കയറുന്നവനെ വെട്ടും. അപ്പോൾ യേശു നടന്ന് ആ ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ അരികത്തേക്കാണ് ചെന്നത്. ഈ വാള് യേശുവിൻ്റെ മേൽ വീണു. അതോടുകൂടി നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെന്ന് ജീവവൃക്ഷത്തിൻ്റെ ഫലം, നിത്യജീവൻ എന്നേക്കുമായിട്ട് നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയും. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മൾ നിത്യജീവൻ ഉള്ളവരായി തീർന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇടയനെ വെട്ടും, ആടുകൾ ചിതറും. പത്രോസ്, ഞാൻ നിനക്ക് വേണ്ടി മരിക്കുമെന്നൊക്കെ പറഞ്ഞാലും ഓടേണ്ടി വരും. കാരണം ഒരു പ്രവചനം കിടപ്പുണ്ട്. പത്രോസ് മോശക്കാരനായിട്ടല്ല. എന്നാലും പത്രോസേ, നീ എന്നെ ഇട്ടേച്ച് പോയെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവിനെ അറിയാം, നിങ്ങളെല്ലാം ഓടും,
ഞാൻ ഏകനായി ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ആരുമുണ്ടാകാത്ത ഏകാന്തതകൾ ബൈബിളിൽ അങ്ങനെ പോയ ജോസഫ്, അതുപോലെയുള്ള വ്യക്തികളെ നമുക്കറിയാം. ദാനിയേൽ ഒറ്റയ്ക്ക് കഷ്ടം സഹിച്ച, ആരും ഒരു കഷ്ടകാലത്ത് കൂടെയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിതത്തിൽ ചുവടുകൾ വെക്കേണ്ടി വരും. അതെല്ലാം ഒരു സമൃദ്ധിയിലേക്കുള്ള വാതിലുകളായിരിക്കും. ചില സമയത്ത് ദൈവം അത് അനുവദിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യണം. യേശു പറയണം, ഞാൻ ഇങ്ങനെ പോയാൽ മാത്രമേ പരിശുദ്ധാത്മാവ് സ്ഥിരമായി നിങ്ങളുടെ അടുക്കൽ വരൂ. ഞാൻ ഈ ക്രൂശിലൂടെ പോയാൽ എൻ്റെ ക്രൂശ് മരണത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരായി മാറും. നിങ്ങൾ പുതിയ സൃഷ്ടികളാകും. പുതിയ സൃഷ്ടികളുടെ മേൽ പരിശുദ്ധാത്മാവ് എന്നേക്കും വസിക്കും. പഴയ നിയമത്തിൽ എത്ര നല്ല മനുഷ്യനാണ് ദാനിയേലെങ്കിലും, എത്ര മഹാനായ മനുഷ്യനാണ് ജോസഫെങ്കിലും, ഇവരുടെ മേലൊന്നും സ്ഥിരമായി പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നു. ഏലിയാവിൽ നിന്ന് ഇരട്ടി പ്രാപിച്ച ഏലീശയ്ക്ക് പോലും സ്ഥിരമായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗമില്ലായിരുന്നു. അതുകൊണ്ടാണ് 3 രാജാക്കന്മാർ ഏലീശയുടെ അടുക്കൽ വരുമ്പോൾ ഒരു വീണക്കാരനെ കൊണ്ടുവരാൻ പറഞ്ഞു. വീണക്കാരൻ വന്ന് ആരാധന തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഏലീശയുടെ മേൽ വന്നു, ഗിദെയോന്റെ മേൽ വന്നു, ശിംശോന്റെ മേൽ വന്നു എന്നൊക്കെ വായിക്കുന്നു. കാരണം പഴയ നിയമത്തിലുള്ളവരാരും രക്ഷിക്കപ്പെട്ട നിത്യജീവൻ പ്രാപിച്ചവരല്ലായിരുന്നു. അന്ന് യേശു ക്രിസ്തു വന്നിട്ടില്ലായിരുന്നു, ക്രൂശിൽ മരിച്ചിട്ടില്ലായിരുന്നു. നാം കൃപായുഗത്തിൽ ജീവിക്കുന്നവരാണെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. നാം യേശുവിന് മുമ്പുള്ളവരായിരുന്നെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ കീഴെയായിരുന്നു. ഇന്ന് നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ കീഴെയല്ല. ഗലാത്യർ 3:13 മരത്തിൽ തൂങ്ങുന്ന ഏവനും ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ കീഴേ നിന്ന് തൻ്റെ രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് അബ്രഹാമിൻ്റെ അനുഗ്രഹം, അത് ന്യായപ്രമാണം വരുന്നതിന് മുമ്പുള്ളതാണ്. അബ്രഹാമിലൂടെ നമുക്ക് കിട്ടിയത് അനുഗ്രഹമാണ്. മോശയാണ് അതിനുശേഷം ന്യായപ്രമാണവുമായി വരുന്നത്. അപ്പോൾ അനുഗ്രഹം ശാപത്തിന് മുമ്പേ ഉള്ള കാര്യമാണ്. ന്യായപ്രമാണം എന്താ പറയുന്നത്? ഇന്നതുപോലെ നടന്നാൽ അനുഗ്രഹിക്കപ്പെടും, ഇന്നതുപോലെ നടന്നില്ലെങ്കിൽ ശപിക്കപ്പെടും. എന്നാൽ ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ അനുഗ്രഹം കൊടുത്തു. യേശു നമുക്ക് വേണ്ടി ഇടയ്ക്ക് വന്ന് കയറിയ ശാപത്തെ എടുത്ത് സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് അവൻ നമുക്ക് വേണ്ടി ശാപമായി. എന്നിട്ട് അതിനു മുമ്പുണ്ടായിരുന്ന അബ്രഹാമിൻ്റെ അനുഗ്രഹവുമായിട്ട് നമുക്ക് ഒരു ലിങ്ക് ഉണ്ടാക്കി തന്നു. യേശു ക്രിസ്തുവിൻ്റെ സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും അബ്രഹാമിൻ്റെ ഭൂമിയിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും സമ്മേളിക്കുന്ന ഒരു ജംഗ്ഷനാക്കി എന്നെ നിങ്ങളെ മാറ്റി. ഈ ഒരു ശരിയായ വെളിപ്പാട് ഹൃദയത്തിലില്ലാത്ത ഒരു വ്യക്തിക്കും ഒന്ന് തുറന്ന് ചിരിക്കാൻ പോലും പറ്റില്ല. ഈ സത്യങ്ങൾ അറിയാത്തവർക്ക് ക്രിസ്തീയ ജീവിതം തന്നെ ഒരു ബോറ് പരിപാടിയായിരിക്കും. എന്തിനകത്ത് ഇറങ്ങിയെന്ന് തന്നെ ഓർക്കും. ചില പറയും, പലരും എന്നെ ഉന്തിത്തള്ളി ഈ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നാണ്. ഞാൻ ശാനപ്പെട്ടു, വലിയ പ്രയോജനമൊന്നുമില്ല. രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയുന്നു, എനിക്കൊരു വ്യത്യാസമില്ല. ഞങ്ങൾ പഴയ പോലെയൊക്കെ തന്നെ ജീവിക്കുന്നു. ഇല്ല, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, സകല അനുഗ്രഹങ്ങളുടെയും ഉടമസ്ഥത, നിത്യജീവൻ, മരണാനന്തര പ്രത്യാശ, ഇതെല്ലാം സമ്മേളിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ നിങ്ങളെ മാറ്റുന്നതാണ് സുവിശേഷം. യേശു പറയുന്ന ഓരോ കാര്യങ്ങളും അതാണ്. ഞാൻ പോയാൽ ഇതെല്ലാം നടക്കും. അങ്ങനെ യേശുവിൻ്റെ ക്രൂശ് മരണം
വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടിയത്. ആഘോഷമാണ് ക്രൂശ്. ക്രൂശ് ഒരു വേദനയല്ല. ഇത് ക്രിസ്ത്യാനികളുടെ മതാചാരത്തിൻ്റെ ഒരു ചടങ്ങല്ല ഈസ്റ്റർ. അതൊരു ആഘോഷമാണ്. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അതാണ് ദൂതന്മാർ ചോദിച്ചത്. ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ കാണുകയില്ല. എന്തിന്? ജീവനുള്ള ഒരുത്തൻ ശവക്കല്ലറെ കിടന്നിട്ട് പോലും കർത്താവ് ഗദരദേശത്ത് അവനെ തേടി വന്നിട്ട് അവനിലുള്ള 6000-ഓളം ഭൂതങ്ങളെ പുറത്താക്കി അവനെ വീട്ടിൽ പറഞ്ഞു വിട്ടു. സ്വന്തം വീട്ടിൽ കയറ്റി. കാരണം മരിച്ചവരുടെ ഇടയിൽ ജീവനുള്ളവനെ ദൈവം അനുവദിക്കത്തില്ല. അതാണ് കർത്താവിൻ്റെ ഹൃദയം. ഇന്നിതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ധൈര്യം വേണം. യേശു ഒരാഘോഷമാണ് ഉണ്ടാക്കിയത്, ഒരു വലിയ ജയമാണ്, ഒരു ഭയങ്കര യുദ്ധമായിരുന്നു. ഒറ്റക്ക് യേശു ആ ചക്ക് മെതിച്ചു. ഒറ്റക്ക് യേശു ആ യുദ്ധം ചെയ്തു. ആരുമില്ല, ഒറ്റയ്ക്ക്. യോശുവ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ കൂടെ കുറച്ചു പേരെ കൊണ്ടുപോയി. മോശയുടെ കൂടെ യുദ്ധത്തിനൊരു വലിയ സൈന്യമുണ്ടായിരുന്നു. ബൈബിളിൽ കാണുന്ന എല്ലാവരും കൂടെ കുറെ സൈന്യവുമായിട്ടാണ് യാത്ര ചെയ്തത്. അബ്രഹാം പോയപ്പോൾ, യുദ്ധത്തിന് പോയപ്പോൾ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളുമായിട്ടാണ് പോയത്. എന്നാൽ യേശു ഏകനായി ഈ യുദ്ധത്തിന് വേണ്ടി പോയി. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത, വീണുപോയ ദൂതനായ, ദൂതന്മാരിൽ ശ്രേഷ്ഠനായി പിശാചായി മാറിയ, 1/3 ദൂതന്മാരെ പിശാചാക്കി മാറ്റിയ ഈ പിശാചിനെ യേശു നേരിട്ട് ഒറ്റയ്ക്ക് തോൽപ്പിച്ച് അവനെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടിയെന്ന്, പിശാചിനെ പരസ്യ കോലമാക്കി കളഞ്ഞെന്ന് പറയുന്നതാണ് ക്രൂശ് മരണം. അതൊരു നിന്ദയല്ല, ക്രൂശ് ഒരു നിരാശയല്ല, ക്രൂശ് ഒരു പരാജയമല്ല, ക്രൂശ് ഒരു ജയമാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ പിന്നെ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വന്നാൽ വല്ലപ്പോഴും അല്ല പിന്നെ നിങ്ങളെ നടത്തുന്നത്, എപ്പോഴും, എല്ലായ്പ്പോഴും, എല്ലായിടത്തും. അതുകൊണ്ട് യെശയ്യാവിൽ പറയുന്നു, വരണ്ട ദേശം പനിനീർ പുഷ്പം പോലെ പൂക്കും. നിന്റെ ജീവിതം പിന്നെ വരണ്ട് കിടക്കില്ല. വരൾച്ചകളെല്ലാം മാറി സമൃദ്ധിയുടെ ഒരു വെളിച്ചം, ഭംഗി, ആസ്വാദ്യം എല്ലാം ഉളവായി വരും. ഇനി നിന്റെ ജീവിതത്തിൽ ഒരു വരണ്ട അവസ്ഥ ഉണ്ടാകത്തില്ല. പ്രാർത്ഥിക്കാം. യേശുവേ, ഈ ദിവ്യമായ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ്റെ ക്രൂശിലൂടെ ജയിച്ച് പ്രാപിച്ച ആ ജയോത്സവത്തിൻ്റെ സാധ്യത മുഴുവനും പ്രാപിച്ചെടുക്കാൻ അവിടുന്ന് കൃപ കൊടുക്കണം. എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വന്ന് ക്രൂശിലൂടെ ശാപം എടുത്തു മാറ്റി പകരം അനുഗ്രഹത്തെ തന്ന യേശുവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് എല്ലാ കുടുംബങ്ങളും സമൃദ്ധിയും സ്വസ്ഥതയും ഉള്ളവരായി മാറട്ടെ. ഈ കേൾക്കുന്ന വീടുകളിലെല്ലാം വലിയ അനുഗ്രഹങ്ങൾ ഒഴുകട്ടെ, സ്വസ്ഥത ഒഴുകട്ടെ, സമാധാന നദി ഒഴുകട്ടെ, സൗഖ്യം ഒഴുകട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ വീടുകളിലേക്ക് വന്നു ചേരട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. വിശ്വസിക്കാം. കർത്താവിൻ്റെ വലിയ പ്രവർത്തികളെ നമുക്ക് കാത്തിരിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. God bless you.